ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പായസം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൊവ്വരി, അതായത് സാബൂനരി ഞാൻ എന്താക്കിയിട്ടുണ്ട്, കുറച്ച് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു അളവിന് എടുത്തിട്ടുള്ളത് 1 കപ്പോളം ചൊവ്വരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അരിമണി കേട്ടോ അത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം പറഞ്ഞ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് കുതിർന്ന് വന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം കേട്ടോ നമ്മളിതിന് വേണ്ടി എടുക്കാൻ. ഈ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ എനിക്ക് നല്ല റിസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നടു കട്ട് ചെയ്ത് കണ്ട് മുറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. വലിയതായിട്ട് എന്നെ കൊണ്ട് കട്ട് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഡോട്ട് ഉണ്ടായ ചൊറിന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് താഴ്ച കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നടു കട്ട് ചെയ്ത് അതിൻ്റെ നടുവിലുള്ള മൂക്ക് എന്ന് പറയുന്ന ഭാഗം, ഇവിടെ മൂക്ക് എന്നൊക്കെ പറയില്ലേ, ഇനി അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. കയ്യിനിപ്പനെ കത്തിയിട്ടുണ്ട്. ഇനി വഴുതി പോവാണേ, അതിന് നീരുണ്ടായിട്ടാണത്. അപ്പോൾ അതിൻ്റെ മൂക്കെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിനൊരു മണം, നല്ല മണമല്ലേ പൈനാപ്പിളിന്, മണം സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു പൈനാപ്പിൾ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളാണ്. ഇനി നമ്മളതൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പൈനാപ്പിളും കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അടുത്തതായിട്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, സിറപ്പ് 1 സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം മധുരം വേണ്ട, നമ്മൾ പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ സിറപ്പ് ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ടുള്ളൊരു മധുരം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വന്നോട്ടെ, അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇനി അടച്ച് വെച്ചത് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അതെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്ത പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ മിൽമൻ്റെ 2 പാക്കറ്റ് പാലാട്ടോ യൂസ് ചെയ്യുന്നത്. 1 പാക്കറ്റ് ഒഴിച്ചു, പിന്നെ അടുത്ത പാക്കറ്റ് എടുത്തു, അടുത്ത പാക്കറ്റും അതുപോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ അതിക്ക് പീച്ച് കൊടുക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അത് 2 പാക്കറ്റ് പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ കാച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പാട കെട്ടിയിട്ട് ഒരുമാതിരിയാവും. അപ്പോൾ പായസത്തിനൊക്കെ നമ്മളെപ്പോഴും ഇളക്കി കൊടുത്ത് വേണം നമ്മൾ പാല് കാച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്ത് അങ്ങനെ ചൂടായി വന്ന് പാകമായിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ മിൽക്ക് മെയ്ഡ് അതിൻ്റെ കൂടെ ചേർന്ന് പാകമായി വരുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ പാലിനൊരു കട്ടി വരും കേട്ടോ, തിക്നെസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നേരത്തെ പഞ്ചസാര നമ്മൾ അതിലേക്ക് ചേർത്തിരുന്നു, അപ്പോൾ അത് ഓർമ്മയിൽ വേണം കേട്ടോ. അതിനനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് മധുരം ചേർക്കുക. അപ്പോൾ അത് ഞാൻ ഒരു അത്യാവശ്യം വേണ്ടി മിൽക്ക് മെയ്ഡ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പാലിൻ്റെ കളർ തന്നെ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരും കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ നമ്മൾ കാച്ചിയെടുക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല തിക്നെസ്സും കിട്ടും കേട്ടോ നമ്മളെ പാലിന്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വേവുന്നുണ്ട്, വിസിൽ വന്നു, 2 വിസിലാട്ടോ വേണ്ടത്.
ആ സമയത്ത് പാല് കാച്ചിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇളക്കി കൊടുത്താണ്ട് തന്നെ ചൊവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ അരി കട്ട കുത്തും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ കടന്നിട്ട് വേണം നമ്മളെ ഈ അരി വേവാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇളക്കി കൊടുക്കണതിൻ്റെ അനുസരിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഫ്ലേവർ കൂടി പൈനാപ്പിളിൻ്റെത് ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം കേട്ടോ. ചൂടോടൊക്കെ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്, പായസത്തേക്ക് പിരിഞ്ഞു പോട്ടോ പാല്. അപ്പോൾ ചൂടാറാൻ വെക്കാം. ഈ സമയത്ത് നമ്മളെ ഈ സാബുനരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഞാൻ നമ്മളെ പൈനാപ്പിളിൻ്റെ ആ മൂക്കുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടം കേട്ടോ. പൈനാപ്പിൾ ചൊറിയാതെ കഴിക്കാൻ പറ്റുന്നൊരു ഭാഗമാണത്. അപ്പോൾ ഞാനത് എടുത്തൊന്ന് കഴിച്ചു. അപ്പോൾ അത് നമ്മളത് സാബുനരിയൊക്കെ വെന്ത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പാലിൻ്റെ മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതേ പാകമായിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ബ്ലാക്ക് കാണുന്നുണ്ടല്ലേ. ഞാൻ പറയാൻ മറന്നു. ഞാൻ 2 ഏലക്ക കുത്തിയിട്ടിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കഷ്ണമാണ് അതിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി ചൂടാറിയ പൈനാപ്പിളും നമ്മളെ പായസത്തിന് നമ്മൾ മിക്സ് ചെയ്ത് നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ട്. ചൂടാറിയതിൻ്റെ ശേഷമാണ് നിങ്ങളത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.